പുതിയതായി ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ നിങ്ങൾ ഒരു ജോബിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണാം. വെൽക്കം ടു ദ വീഡിയോ. ഞാൻ മുമ്പൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ആഡ് റൺ ചെയ്യേണ്ടായി. അന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അതോടനുബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതായത് ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കൊടുത്തു. ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്കുള്ള ആഡ്, വേക്കൻസിയുടെ ആഡ് നമ്മൾ കൊടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ അതിലേക്ക് മെസ്സേജ് അയച്ചു. വാട്സപ്പ് വഴി, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി, നമ്മുടെ ഫേസ്ബുക്ക് വഴി, നമ്മുടെ ഇമെയിൽസ് വഴി, കോൾ ചെയ്തിട്ടൊക്കെ ഒരുപാട് ആളുകളാണ് അതിലേക്ക് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുള്ളത്. അത് അയക്കുന്നത് ചിലർ ഹായ് അയക്കും, അതുപോലെ തന്നെ ചിലർ വോയിസ് അയക്കും, ചിലർ CV അയക്കും, കവർ ലെറ്റർ അയക്കും, തുടങ്ങിയിട്ടുള്ള പല രീതിയിൽ ആളുകൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. മേ ബി ആ പോസ്റ്റ് ചെയ്ത് മീൻസ് ആ ഒരു ആഡ് കൊടുത്ത് ഒരു ½ കഴിയുന്നതിന് മുമ്പ് തന്നെ 100-ലധികം ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഒരു റിക്രൂട്ടർ എന്നുള്ള നിലക്ക് അയാൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ആ ഒരു കുറഞ്ഞ സമയത്ത് എന്നുള്ളത്. കാരണം ഒരു വർക്കിംഗ് ടൈമിൽ ഇത്രയും ആളുകൾ എന്ത് ചെയ്യാണ്, മെസ്സേജ് അയക്കാണ്, അത്രയും ആളുകൾ കണ്ടിന്യൂസ്ലി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നമ്പറിൽ നിന്ന് തന്നെ 2, 3, 4 തവണയൊക്കെ കോൾ വരികയാണ്. മേ ബി ഒരു ½ കഴിഞ്ഞാലും അതുപോലെ തന്നെ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഇയാൾ തന്നെ വീണ്ടും 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 വിളിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കുക, ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹവറിൽ അയാൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസ് അവിടെ മിസ്സായിട്ടുണ്ടാവും, എത്രത്തോളം ആളുകളായിട്ടുള്ള മേ ബി ആ കമ്പനിയുടെ ക്ലയൻറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സമയം അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മെയിൻലി ഒരു കമ്പനിയിലെ വാക്കൻസി വരുന്ന സമയത്ത് ഒരു എംപ്ലോയർ വിചാരിക്കുന്നത് എന്താണ്, ആ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു ജോബ് നിർബന്ധമാണ്. നമ്മൾ ജോബ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് അവിടെയൊക്കെ നമ്മൾ ചെന്നിട്ട് അപ്ലൈ ചെയ്യണം. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് എംപ്ലോയർ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുക, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആവുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അതിനോടൊരു അരഗൻ്റ് ആയിട്ടല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ആൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അപ്ലൈ ചെയ്യുന്ന ആളോട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അയാൾക്ക് നിർബന്ധമായിട്ടുണ്ടാക്കും എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആഡ്, ജോബ് വാക്കൻസിയുടെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളതായിരിക്കും ഇനി ആലോചിക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് പിന്നെ നമ്മൾ മെസ്സേജ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അയാളെ അപ്രോച്ച് ചെയ്യുക, ആ ഒരു ആഡിന് എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുക, എങ്ങനെയാണ് നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ നമുക്ക് 1-2 സിനാറിയോസ് പറഞ്ഞു പോവാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു എംപ്ലോയറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു. ഫസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് സർ, അതുപോലെ തന്നെ എൻ്റെ പേര് ഇതാണ്, എൻ്റെ ജോബ് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എൻ്റെ സ്കിൽ ഇതാണ്, എൻ്റെ CV ഇതാണ്, എൻ്റെ റെസ്യൂം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ കവർ ലെറ്റർ ഇതാണ്. ഇത്രയും കാര്യങ്ങൾ ബൾക്കായിട്ടാണ് നോർമലി ആളുകൾ സെൻഡ് ചെയ്യുന്ന ഒരു സെനാരിയോ എന്ന് പറയുന്നത്. നമ്മളൊക്കെ മുമ്പ് ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു എംപ്ലോയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒഫീഷ്യൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, അയാളെ ഒന്ന് മീൻസ് നമ്മൾ വിഷ് ചെയ്യുക, മീൻസ് ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വിഷ് ചെയ്യുക. ആർ യു ഫ്രീ ടു ടോക്ക് എന്ന് വേണേൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ പേര് ഇതാണ്, നമ്മളൊരു ജോബ് ഹണ്ടിങ് ആണ് എന്നുള്ളത് ഇനീഷ്യലി ആ ഒരു ഐഡിയ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുക. എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഇതാണ്, മീൻസ് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ മീഡിയ മാനേജറാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോസ്റ്റ് കൈകാര്യം ചെയ്യും, മീൻസ് ഈ ഒരു ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക.
ഇനീഷ്യലി നമ്മളത് ബിൽഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന പോലെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരാളെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആ കോൺവെർസേഷനിൽ അയാളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോർമലി മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ആക്ച്വലി ഈ ഒരു ഫീൽഡ് നമ്മൾ ജോബ് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ പേഴ്സണൽ മാർക്കറ്റിംഗ് വേണം നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആ ഈ പേഴ്സണുമായിട്ട് മീൻസ് ആ എംപ്ലോയറുമായിട്ട് അയാളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം നമ്മളോട് എന്തെങ്കിലും ഒരു ഹുക്ക് ആ കോൺവെർസേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലൂടെ ആ കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നമ്മുടെ ഒരു സജഷൻ കേട്ടോ. ദെൻ നമ്മൾ നോർമലി മെയിൽ അയക്കും, അല്ലെങ്കിൽ PDF ആയിട്ട് വാട്സപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മീഡിയ ആയിക്കോട്ടെ ആ രീതി മീൻസ് ആ ഒരു ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ CV അയക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കവർ ലെറ്റർ അയക്കാറുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു PDF-ൻ്റെ പേര് തന്നെ സേവ് ചെയ്യുന്നത് എന്താണ്, റെസ്യൂമേ, അല്ലെങ്കിൽ ഇന്ന പേര് ഇന്ന റെസ്യൂമേ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ കവർ ലെറ്റർ എന്നുള്ള പേര് കൊടുക്കും. ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും എന്ത്, നമ്മൾ ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പെർട്ടിക്കുലർലി കറൻ്റ്ലി എനിക്കിപ്പോൾ ഒരു ആളെ ഹയർ ചെയ്യാൻ താല്പര്യമില്ല, സോ നിങ്ങളുടെ മെയിൽ തൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ് എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് ആളുകൾ പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ പേര് അതുപോലെ തന്നെ CV ആണ് എന്നുള്ള പേര് മെൻഷൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ പോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഹു ആം ഐ, എന്താണ് ഞാൻ ചെയ്യുന്ന വർക്ക് എന്നുള്ള കാര്യം അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഡിജിറ്റൽ മാർക്കറ്റർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജർ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കൗൺസിലിംഗ് ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നോ അല്ലെങ്കിൽ കൗൺസിലർ അങ്ങനെ എന്തെങ്കിലും പേര് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ എന്താണ് ആ PDF എന്നുള്ളത് തുറന്നു നോക്കാൻ നമുക്ക് താല്പര്യം തോന്നണം. മീൻസ് ഒരു റിക്രൂട്ടർക്ക് താല്പര്യം തോന്നണം. അത്തരത്തിലുള്ള ഒരു പേരായിരിക്കണം കൊടുക്കേണ്ടത് എന്നാണ് നമ്മുടെ ഒരു സജഷൻ. അതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സബ്ജക്റ്റ്, അതുപോലെ തന്നെ നമ്മളൊരു മെയിലിന് സബ്ജക്റ്റ് എന്നുള്ള കൊടുക്കും, അതുപോലെ തന്നെ അതിൻ്റെ ബോഡി കൊടുക്കും. ഇതെല്ലാം ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വാട്ട് ഈസ് ദിസ് ഗൈസ് ഗോയിങ് ടു ഡു, അല്ലെങ്കിൽ അയാൾ എന്താണ് ഈ കമ്പനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ആ കമ്പനിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ഹുക്ക്, അല്ലെങ്കിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന മീൻസ് എംപ്ലോയറെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഐ ആം ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ ദിസ് പൊസിഷൻ ഇൻ യുവർ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പറയും വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു അപ്പോയിൻറ്റ് യു. തിരിച്ച് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ജോബ് ഹണ്ടിങ് ആണെങ്കിൽ പോലും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്ന ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് കമ്പനികളുടെയും താല്പര്യം. കാരണം അത്രയും കോമ്പറ്റീഷനാണ് മാർക്കറ്റിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു ഫീൽഡിൽ ജോബ് ഫീൽഡിലുള്ളത്. അതുപോലെ തന്നെ കമ്പനികൾ തമ്മിലാണെങ്കിലും ആളുകൾ തമ്മിലാണെങ്കിലും ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ അത്രയും ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് പുറത്തുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തുണ്ട്. സോ ഇതിൽ നിന്ന് ആളുകളെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പല കമ്പനികളുടെയും ഒരു എന്താ പറയുക ഐഡിയോളജി എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. മെയിലാവട്ടെ, കമ്പനി വെബ്സൈറ്റ് വഴിയാവട്ടെ, ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്താവട്ടെ, ഡയറക്റ്റ്ലി നമ്മൾ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താവട്ടെ, നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്. സോ ഗ്രാബ് ദെയർ അറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക വൈ ഷുഡ് ദേ ചൂസ് യു. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു പുതിയതായിട്ടൊരു കമ്പനിയിൽ നമ്മൾ എന്താ പറയുക ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടായിരിക്കും, അതായത് ഒരു ആഡ് കണ്ടിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ആഡിലേക്ക് അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്കോ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ വെബ്സൈറ്റിലേക്കോ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, അവിടെയും യൂസ് ചെയ്യേണ്ടത് സെയിം ടാക്ടിക്സ് തന്നെയാണ്. അതായത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതി, മീൻസ് എംപ്ലോയറെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചാറ്റ് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കോൾ വരേണ്ടത്.
ഇനി മറ്റൊരു കാര്യം, ഇങ്ങനൊരു ആഡ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് അതിൽ പറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പുറത്തിരിക്കുന്നുണ്ട്. ആ ആളുകളുടെ കംപ്ലീറ്റ് മെസ്സേജസ്, കോൾസ്, അതുപോലെ തന്നെ മെയിൽസ് എല്ലാം കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും, സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കും. അത്രയും ആളുകളാണ് നമ്മുടെ ഈ ഒരു ജോബ് ഫീൽഡിൽ, ജോബ് ഹണ്ടിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും ഈ സെയിം ടാക്ടിക്സ് തന്നെയാണ്. അതായത് ആളെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ, ആ ഒരു എംപ്ലോയറെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിൽ അയാൾക്ക് നമ്മുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ തരാൻ തോന്നണം. സാർ, ഐ ആം ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ ദിസ്, മേ ഐ നോ ഫർദർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് പകരം സാർ ക്യാൻ വി ടോക്ക് സംതിങ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ആളുകളെ റീപ്ലൈ ചെയ്യാൻ തോന്നിക്കുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ടുള്ള മെസ്സേജസ് നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് അയക്കാം. കൂടുതലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്പനീനെ പറ്റി ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞാണ്, ഒരു ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആ കമ്പനീനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സംസാരിക്കാൻ. ആ പോസ്റ്റിനെ പറ്റി പഠിക്കണം, ആ പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്താണെന്ന് പഠിക്കണം, അതുപോലെ തന്നെ അവരുടെ റോൾസ് എന്താണെന്ന് പഠിക്കണം, ക്വാളിഫിക്കേഷൻ എന്താണ്, ആ കമ്പനിയുടെ ഒരു വിഷൻ എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയിൽ അപ്രോച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അയാളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്ത് കാര്യം പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യണം, എന്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. സോ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. നമ്മൾ എക്സ്പെർട്ടൈസർ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് എന്താണ് എന്നുള്ളത് സംസാരിക്കാം. ആ കമ്പനിക്ക് കറൻ്റ്ലി റിക്വയർഡ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ആ കമ്പനിക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ ആളുകൾ എംപ്ലോയേഴ്സ് കുറച്ചും കൂടെ എന്ത് ചെയ്യും, അട്രാക്റ്റഡ് ആവും, സംസാരിക്കാനും കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആവും എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് കുറച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അതൊന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. സോ മെയിൻലി ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ആളെ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജോബ് സീക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു മെസ്സേജിൽ അല്ലെങ്കിൽ മെയിൽ വളരെ ഷോർട്ടായിട്ട് ആളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ, ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മീൻസ് നമ്മൾ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഫോളോ അപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആഡ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു വാക്കൻസിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെസ്സേജസ് ഫ്ലഡഡ് ആയിട്ട് വന്നിരിക്കുന്നുണ്ടാവാം. പല കമ്പനികളുടെ ആ കമ്പനിയുടെ മറ്റു പല കാര്യങ്ങളും ആ ഒരു കോൺടാക്ട് പേഴ്സണിൽ, അല്ലെങ്കിൽ ആ ഒരു മെയിലിലോ അല്ലെങ്കിൽ മെസ്സേജിലോ വാട്സപ്പിലോ എവിടെയും വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ബാക്ക് ടു ബാക്ക് കോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ബാക്ക് ടു ബാക്ക് മെസ്സേജസ് നമ്മൾ ചെയ്യാൻ പാടില്ല, ബാക്ക് ടു ബാക്ക് മെയിൽസ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു പീരീഡ്, ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക. മേ ബി ഒരു 5 days അല്ലെങ്കിൽ 1 week അല്ലെങ്കിൽ 10 days നിങ്ങൾ കൊടുത്തിട്ട് അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡിൽ തന്നെ അയാളുമായിട്ട് രണ്ടാമത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മെയിൽ അയക്കുന്നതിൽ മെയിൽ, അല്ലെങ്കിൽ ഫോൺ ആണെങ്കിൽ കോൾ ആണെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, രണ്ടാമത് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്ന രീതിയിലായിരിക്കണം മെസ്സേജ് ചെയ്യേണ്ടത്. ദെൻ മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ മറ്റു പല വലിയ കമ്പനികളിലൊക്കെ വാക്കൻസീസ് വരുന്ന സമയത്ത്, ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലായിരിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രസൻറ്റേഷനൊക്കെ റിക്വയർ ചെയ്യുന്ന ഫീൽഡിലൊക്കെയാണ് സാധാരണ ഇത് കാണാറുള്ളത്. അതായത് നമ്മൾ CV അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കൂടെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആളുകൾ റിക്വയർ ചെയ്യാറുണ്ട്, എംപ്ലോയീസ് റിക്വയർ ചെയ്യാറുണ്ട്, ഡിമാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിലും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫീൽഡിലും ഈ ഒരു സെയിം മെത്തേഡ് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ ഒരു വീഡിയോ പ്രസൻറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് മെസ്സേജിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സമയത്ത് ബൈ ടെക്സ്റ്റ് മാത്രമാണ് നോർമലി ആദ്യം ആളെന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളെ വാല്യൂറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, നമ്മൾ എത്രത്തോളം ഓക്കെ ആണ് എന്നുള്ളത് ആ ഒരു 1 to 3 minutes ഉള്ള വീഡിയോയിൽ നിന്ന് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടാക്ടിക്കും കൂടി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക.
ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഡിജിറ്റൽ മാർക്കറ്റർക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാനേജർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇനിയിപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ കംപ്ലീറ്റ് വർക്ക്സ്, ഏറ്റവും മേജർ വർക്ക്സ്, അതിൻ്റെ റിസൾട്ട്സ് തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ നമുക്കതിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ വെക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം അതും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൈ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതും കൂടി സബ്മിറ്റ് ചെയ്യാം. ഇനി ഫ്രഷേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഫ്രഷർ എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ള ചോദ്യമാണ്, ഞാൻ എന്ത് വർക്കാണ് അതിൽ കാണിക്കുക എന്നുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പിന് പോവുക എന്നുള്ളതാണ്. മേ ബി സ്റ്റെപ്പൻഡ് ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല, ഒരു ട്രെയിനി എന്നുള്ള നിലക്ക് നിങ്ങൾക്കൊരു ഏണിങ്സ് കിട്ടിക്കോളണം എന്നില്ല. ഏണിങ്സ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇൻ കേസ് ഇനി ഏണിങ്സ് ഇല്ല എന്ന് കരുതുക, പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. ഒരു 3 to 6 month മിനിമം, ഒരിക്കലും ഒരു 1 month കോഴ്സ് അല്ലെങ്കിൽ ഒരു 2 month ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അറ്റ്ലീസ്റ്റ് ഒരു 3 month എങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്, ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിൻ്റെ പാർട്ടാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും, അത്യാവശ്യം എക്സ്പോഷർ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ നിങ്ങൾ ചെയ്യുന്ന വർക്ക്സൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിനെന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഞാൻ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിൽ മീൻസ് ഞാൻ അടക്കമുള്ള ടീം ചെയ്തിട്ടുള്ള വർക്ക്സാണിത്, അതിൻ്റെ റിസൾട്ട്സാണിത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കാണിക്കാം. ഒരു 3 to 6 month അല്ലെങ്കിൽ 1 year ഒക്കെ നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പല കമ്പനികളും നിർബന്ധമായിട്ടും ചോദിക്കുന്ന കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു 2 years എക്സ്പീരിയൻസ് ഒക്കെയാണ് പലപ്പോഴും ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രഷേഴ്സിന് എടുക്കുന്ന ആളുകളുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ കൂടെ നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്, ഇൻറ്റേൺഷിപ്പിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്ന. സ്വാഭാവികമായിട്ടും ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് പോകുന്ന സമയത്ത് എംപ്ലോയേഴ്സ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുള്ള ഹാർഡായിട്ടുള്ള വർക്ക്സ് തന്നെയാണ് തരിക. സോ ആ വർക്കൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീൽഡിൽ ഗ്രോ ആയിട്ട് വരികയാണ്. നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെനാരിയോ ആണത് വരിക, മീൻസ് ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. സോ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്താ പറയുക യൂസ് ചെയ്യുക, അത് നിങ്ങൾ പോർട്ട്ഫോളിയോ ആക്കുക. എങ്ങനെയാണ് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് ഒരു പോർട്ട്ഫോളിയോയിൽ വരേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും നിങ്ങൾ വാച്ച് ചെയ്യുക, കാണാത്തവരാണെങ്കിൽ അതും കൂടി വാച്ച് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.